ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മുടെ ചാനലിൽ ക്ലാസ് 5, 6, 7, 8, 9 ഇതിലെ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇതിന്റെ എല്ലാം നോട്ട് കിടപ്പുണ്ട് കേട്ടോ. ചാനൽ ഒന്ന് നോക്കണേ നിങ്ങളുടെ വീട്ടിൽ 5ാം ക്ലാസ്സുകാരോ 6ാം ക്ലാസ്സുകാരോ 7, 8, 9 ഇവരുടെ എല്ലാം നോട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം 7ാം ക്ലാസ്സിന്റെ നോട്ട് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. മാത്സിന്റെ ഞാൻ ഒന്നുകൂടി എടുക്കുകയാണ്. അപ്പൊ പുതിയതായിട്ട് വരുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി ഇടുകയാണ്. നമ്മുടെ ചാനൽ ഉണ്ട് കേട്ടോ, നോട്ടെല്ലാം ഉണ്ട്. എന്നാലും ഈ 1ാമത്തെ ചാപ്റ്റർ നമുക്ക് ഒന്നുകൂടി എടുക്കാം. 1ാമത്തെ ചാപ്റ്ററിന്റെ പേര് പാരലൽ ലൈൻസ് എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, സമാന്തര വരകള് കേട്ടോ. അതിന്റെ ബേസ് എന്താണെന്നൊന്ന് പഠിച്ചിട്ട് കേട്ടോ അതിന്റെ പുസ്തകത്തിലോട്ട് കയറാം. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാനത് വരച്ച് നിങ്ങളെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും. ഓക്കെ, തുടങ്ങാം. അപ്പൊ നോക്കിയോ നിങ്ങളെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് കണ്ടോ, ചാപ്റ്റർ 1 പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ കേട്ടോ. അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ കേട്ടല്ലോ. ഇനി നമ്മൾ ഇതിനകത്തിലെ ഓരോന്നും എന്തുവാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം ബേസ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് നമ്മൾ അറിയേണ്ട എന്താണെന്നറിയോ, ഇത് നമ്മൾ എന്താ നിങ്ങളെ പറയുന്നത്, പോയിന്റ് അല്ലെ, പോയിന്റ്, POINT, പോയിന്റ്. ഈ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, ഡോട്ട് അല്ലെ, ഒരു എക്സാക്ട് ലൊക്കേഷന് വേണ്ടിയാണ്. നമ്മളിപ്പം ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ സെന്റർ എന്തുവാണെന്ന് കാണിക്കാൻ കേട്ടോ, ഒരു പോയിന്റ് ഇട്ടല്ലേ കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ പേര് പോയിന്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡോട്ട്. എന്താ നിങ്ങളെ, ഡോട്ട്. അപ്പൊ 1ാമത്തെ നമ്മൾ പഠിച്ചു എന്താണ് പോയിന്റ് അല്ലെങ്കിൽ ഡോട്ട് എന്നാൽ എന്താണെന്ന്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ കേട്ടോ, 1ാമത്തെയാണ്. അടുത്ത 2ാമത്തെ, ഇതുപോലെ 2 പോയിന്റുകൾ തങ്ങി. ഇത് ഒരു പോയിന്റ്, ഒരു കുത്ത് അല്ലെ, കുത്തൊന്നും ഡോട്ടൊന്നും പോയിന്റ് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 2 ഡോട്ട് അല്ലെങ്കിൽ 2 പോയിന്റുകൾ തങ്ങളിൽ കൂട്ടിമുട്ടി ഒരു വര വരച്ചാൽ കേട്ടോ, ഈ 2 പോയിന്റുകൾ തമ്മിൽ അല്ലെ 2 ഡോട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടി വരച്ചാൽ അതിന് പറയുന്ന പേരെന്താണെന്നറിയോ, ലൈൻ സെഗ്മെന്റ് എന്നാണ്. പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. എന്താ, ലൈന് സെഗ്മെന്റ്, MENT സെഗ്മെന്റ് കേട്ടോ. ലൈൻ സെഗ്മെന്റ്, എ പാർട്ട് ഓഫ് എ ലൈൻ ദാറ്റ് ഹാസ് 2 ഈക്വൽ ടു എൻഡ് പോയിന്റ്, 2 എൻഡ് പോയിന്റുകൾ തമ്മിൽ കേട്ടോ. ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ് കണ്ടോ, 2 എൻഡ് പോയിന്റ്. അപ്പൊ പോയിന്റ് എന്താണ്, 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഒരു വര വരച്ച അതിന് എന്ത് പറയുന്നു, ലൈൻ സെഗ്മെന്റ് എന്നാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ കണ്ടോ, 2 കൊണ്ട് ആരോ മാർക്ക് കൊടുത്തേക്കുന്നത്, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും, ലൈന് കേട്ടോ. അതിനെന്താ പറയുന്നത്, ലൈന്, LINE, ലൈന്. അപ്പൊ നമ്മൾ ആദ്യമേ പോയിന്റ് അല്ലെങ്കിൽ ഡോട്ട് എന്താന്ന് പഠിച്ചു. 2 പോയിന്റുകൾ തങ്ങളിൽ മീറ്റ് ചെയ്യുന്ന ഈ വരയ്ക്ക് അല്ലെങ്കിൽ ഇതിനെ പറയുന്നത് ലൈൻ സെഗ്മെന്റ് എന്നാണ് കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയും, എ സ്ട്രൈറ്റ് പാത്ത് ദാറ്റ് എക്സ്റ്റെൻഡ് ഫോർഎവർ ഇൻ ബോത്ത് ഡയറക്ഷൻസ്. നോക്കിയേ, ബോത്ത് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ 2 വശത്തോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഡോട്ട് എന്താണ്, ലൈൻ സെഗ്മെന്റ് എന്താണ്, ലൈൻ എന്താണ്, 3 എണ്ണം പഠിച്ചല്ലോ. ഇനി നോക്കൂ നിങ്ങൾ, അപ്പൊ ഇത് ഒരു പോയിന്റ്, 2 പോയിന്റുകൾ തങ്ങളിൽ കണ്ടോ കൂട്ടിമുട്ടിയാൽ അതിങ്ങനെ 2 പോയിന്റുകൾ ലൈൻ സെഗ്മെന്റ് ആണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ലൈൻ എന്ന് പറയും. ഇനി ഒരു പോയിന്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു വശത്തോട്ട് മാത്രം പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു സൈഡിലോട്ട് മാത്രം പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ റേ എന്നാ പറയുന്നത് കേട്ടോ. റേ എന്ന് വെച്ചാൽ രശ്മി എന്നൊക്കെ മലയാളത്തിൽ പേര് റേ. ഒരു വശത്തോട്ട് മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന് എന്താ നിങ്ങളെ, റേ അല്ലെങ്കിൽ രശ്മി അല്ലെ. എ ലൈൻ വിത്ത് 1 എൻഡ് പോയിന്റ്. നോക്കിക്കേ, ഒരു എൻഡ് പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെ എന്താ, റേ എന്ന് പറയും. അപ്പൊ 4 എണ്ണം ഓർത്തോണേ, ഓരോന്നും മറന്നു പോയില്ലേ. പോയിന്റ്, ലൈൻ സെഗ്മെന്റ്, ലൈന്, ഒരു വശത്തേക്ക് റേ. അങ്ങനെയാണെങ്കിൽ നോക്കുന്നത്, ഇത് നമ്മൾ പറഞ്ഞു ഇതൊരു റേ ആണ് അല്ലെ. ഇതിന് ഒരു എൻഡ് പോയിന്റ് ആണ്. ഈ എൻഡ് പോയിന്റിൽ നിന്നും നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും ഒരു റേയും കൂടെ വരച്ചാൽ, നോക്കി ഒരു റേ ആണിത് അല്ലെ. ഈ റേയിൽ വെച്ച് ഇത് എൻഡ് പോയിന്റ് ഇവിടെ വെച്ചിട്ട് ഒരു വരയും കൂടി നമ്മൾ വരച്ചാൽ അവിടെ എന്താവും നിങ്ങളെ ആവുന്നത്, അവിടെ ആംഗിൾ ആവും അല്ലെ. അവിടെ ഒരു കോൺ എന്ന് പറയും അല്ലെ, ആംഗിൾ അല്ലെങ്കിൽ കോൺ എന്ന് പറയും. അപ്പൊ മനസ്സിലായോ? ഈ 4 എണ്ണം മനസ്സിലാവുന്നുണ്ടോ? 4 അല്ല 5 എണ്ണം. വായിക്കട്ടെ, ഇതങ്ങ് എഴുതി എടുക്കണം കേട്ടോ. ഞാൻ വായിക്കാൻ പോവാ, അപ്പൊ ഇത് എഴുതി നിങ്ങൾ എടുക്കണം. അപ്പൊ നോക്കിയല്ലേ നമ്മള് ഈ 1 പോയിന്റ് എന്താണ്, ലൈൻ സെഗ്മെന്റ് എന്താണ്, ലൈൻ എന്താണ്, റേ എന്താണ്, ആംഗിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഈ 5 എണ്ണത്തിൽ ഡൗട്ട് ഇല്ലല്ലോ, കാരണം ഇത് പഠിക്കാമെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ എളുപ്പമാണ്.
കേട്ടോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് അറിയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു ലൈന് അല്ലേ, അല്ലെ, ഇത് ലൈൻ സെഗ്മെന്റ് ആണ്, അല്ല സോറി ലൈനാണ്, കണ്ടിന്യൂ പോയിക്കൊണ്ടേ ഇരിക്കുകയല്ലേ, അപ്പൊ അതെന്താ ലൈനാണ്. ഈ ലൈനകത്തിൽ നമ്മൾ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞു, കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് പോയിന്റുകൾ ഇങ്ങനെ വരികയാണെങ്കിൽ അതിനെ കൊളീനിയർ പോയിന്റ് എന്നാ പറയുന്നത് കേട്ടോ. കൊളീനിയർ പോയിന്റ്. നിങ്ങൾക്ക് അതിപ്പോ ഇല്ല, അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് ഡൗട്ട് വരും. ഞാനിപ്പോ പറഞ്ഞു ഒരു പോയിന്റ് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നതിനെ റേ എന്ന് പറഞ്ഞു അല്ലെ, അതിന്റെ എൻഡ് പോയിന്റ് നിന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ അതിനെ ആംഗിൾ എന്ന് പറയുന്നു. അപ്പൊ ഈ പോയിന്റിൽ നിന്നും കേട്ടോണെങ്കിൽ ഇത് മനസ്സിലാക്കണേ, ഒരു പോയിന്റിൽ നമ്മൾ ഇങ്ങനെ വരച്ചതിനെ റേ എന്ന് പറഞ്ഞു അല്ലെ. ഈ എൻഡ് പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വരച്ചപ്പോ എന്തായി, ആംഗിൾ ആയി. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഒരു വരയും കൂടെ വരച്ചാൽ കണ്ടോ, ഇപ്പൊ നോക്കി, ഒന്ന് രണ്ട് ആംഗിൾ വന്നില്ലേ അവിടെ. അതിന് എന്താണെന്നറിയോ, അഡ്ജസന്റ് ആംഗിൾ എന്ന് പറയും കേട്ടോ. ഇവിടെ എന്താ കണ്ട്, ഈ ഒരു എൻഡ് പോയിൽ നിന്നും അത് ഇങ്ങോട്ട് ഒരെണ്ണം വരച്ചു റേ, ഇങ്ങോട്ടൊരു റേ, ഇപ്പൊ 3 റേ വന്നിട്ടുണ്ട് അല്ലെ. നോക്കിയേ 3 റേ. അപ്പൊ നോക്കിയാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലെ. ഇത് അഡ്ജസന്റ് ആംഗിൾ എന്ന് പറയും. ഇതിന്റെ അഡ്ജസന്റ് ആംഗിൾ എന്നാ പറയുന്നത് കേട്ടോ. അതുകൂടെ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇല്ല, പക്ഷെ നിങ്ങൾ ആംഗിൾ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം പഠിച്ചില്ലയോ, ഒന്നാമത്തെ 6ാം ക്ലാസ്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആംഗിൾ ആയിരുന്നു. അതിനകത്ത് ഇത് പറയുന്നുണ്ട് കേട്ടോ. ഇത് ബേസ് ആണ് കുഞ്ഞുങ്ങൾ കേട്ടോ. ഇതറിയാമെങ്കിൽ നമുക്ക് ഏത് കണക്കും ചെയ്യാൻ പറ്റും. അപ്പൊ പറഞ്ഞു ഒരു ലൈനിൽ തന്നെ 2, 3, 4 ഒക്കെ കുത്തു വന്നു കഴിഞ്ഞാൽ അല്ലെ, ഡോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ കൊളീനിയർ പോയിന്റ് എന്നാ പറയുന്നത് കേട്ടോ. അതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. കൊളീനിയർ പോയിന്റ് അല്ലെ ആംഗിൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ, പാരലൽ ലൈൻസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു ഇതെന്താന്ന് നമുക്കറിയാം അല്ലെ. എന്താ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വര. ഇതൊരു ലൈൻ ആണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ ഇതേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്നും നമ്മളൊരു നീളം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നും എടുത്ത് ഇവിടെ നിന്നും എടുത്ത് അതാണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരേ നീളമാണ് ഇതിനിടയ്ക്ക് വരുന്നതെങ്കിൽ അങ്ങനെ വരുന്ന ഈ 2 വരയ്ക്ക് പറയുന്ന പേരാ കുഞ്ഞുങ്ങളെ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്നത്. നമ്മുടെ റെയിൽവേ ട്രാക്ക് ഒക്കെ പോയേക്കുന്നുണ്ടോ, ഒരേ അളവ്, എന്തെങ്കിലും മാറ്റം വരാൻ പറ്റുമോ, ഒരേ രീതിയിലാണ് അല്ലെ. നമ്മൾ ഏണിയൊക്കെ എന്താ അതെ ഏണിയൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴേ അതിനകത്തിൽ ഏതാണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഒരേ അളവിലായിരിക്കും. ഇവിടെ ചെറുതും ഇവിടെ വലുതും വല്ലതും കൊടുക്കാൻ പറ്റുമോ, അപ്പൊ നമ്മൾ മറിഞ്ഞു വീഴത്തില്ലേ. മനസ്സിലായോ? ഇങ്ങനെ വരയ്ക്കുന്നതിന് എന്താ കുഞ്ഞുങ്ങളെ പറയുന്നത്, പാരലൽ ലൈൻസ്. അപ്പൊ പാരലൽ ലൈൻ എന്താണെന്ന് മനസ്സിലായല്ലോ. പാരലൽ ലൈൻസ് എന്നാൽ എന്തെന്ന് മനസ്സിലായല്ലോ. പാരലൽ ലൈൻസ്, ലൈൻസ് ദാറ്റ് വിൽ നെവർ മീറ്റ് ഓർ ഇന്റർസെക്റ്റ്. നെവർ മീറ്റ് ഓർ ഇന്റർസെക്റ്റ്. അവർ ഒരിക്കലും എന്താണ് കൂട്ടിമുട്ടത്തില്ല. ആ 2 ലൈനുകൾ തങ്ങളിൽ ഒരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല എന്നാണ്. കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ ഇത് ഓർത്തു വെച്ചേക്കണേ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ, പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ അല്ലെ സമാന്തര രേഖകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 വര ഇങ്ങനെ നോക്കണേ കുഞ്ഞുങ്ങൾ. അതെ ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വര കണ്ടോ, ഇത് ലൈന്, ഇതും ലൈൻ. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, പെർപെൻഡിക്കുലർ ലൈൻ എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇവിടെ നോക്കി, ഇത് നേരെ, ഇതും നേരെ, ഇതും നേരെ, ഇത് നേരെ. അതായത് ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90, ഇവിടെ, അതായത് 4 വശവും 90, 90, 90 ആണ് കേട്ടോ. പെർപെൻഡിക്കുലർ ലൈൻ വെച്ചാൽ ലൈൻസ് ദാറ്റ് ഇന്റർസെക്റ്റ് ടു ഫ്രം 4 റൈറ്റ് ആംഗിൾ വരുന്നുണ്ട് കേട്ടോ. 4 റൈറ്റ് ആംഗിൾ വരുന്നുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. നിങ്ങൾ ഇനി ഇത്രയും ഞാൻ പറഞ്ഞതിൽ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് എന്താണ് പാരലൽ ലൈൻസ് എന്നാണ് കേട്ടല്ലോ. പാരലൽ ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് എഴുതി വെച്ചാൽ ലൈൻസ് ദാറ്റ് വിൽ നെവർ മീറ്റ് ഓർ എന്താ ഇന്റർസെക്റ്റ് കേട്ടോ. നെവർ മീറ്റ് ഓർ ഇന്റർസെക്റ്റ്. ഇത് പെർപെൻഡിക്കുലർ ലൈൻ ആവും നിങ്ങളെ. ലൈൻസ് ദാറ്റ് ഇന്റർസെക്റ്റ് ടു ഫ്രം എന്താ 4 റൈറ്റ്, നോക്കിയേ 4 റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ, മട്ടകോണം എന്ന് പഠിച്ചിട്ടുണ്ടോ നിങ്ങളെ. കോണുകളെ നമ്മൾ പല എന്താ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. എന്താ നമ്മള് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ആംഗിളിനെ അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോണം എന്ന് പറയും. ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷം പഠിച്ചതാ. നേരെ ഇരിക്കുന്ന ആംഗിളിനെ നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയും. റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ എന്താ മട്ടം അല്ലെ, മട്ടകോണ്. ഇതെന്താ ന്യൂനകോൺ അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിള്. ഇത് മട്ടകോൺ അല്ലെങ്കിൽ റൈറ്റ് ആംഗിള്. ഇനി അത് ഇങ്ങനെ മലന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആംഗിൾ ഏതാ ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലെങ്കിൽ ബൃഹത് കോൺ എന്ന് പറയും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നേരെ ഇരിക്കുന്ന ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അങ്ങനെ 4 റൈറ്റ് ആംഗിൾ വരുന്നുണ്ട്. എന്താണ് അത്, പെർപെൻഡിക്കുലർ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ കേട്ടിട്ടില്ല എന്ന് പറയുന്നത്, നേരെ ഇരിക്കുന്നതാണ് കേട്ടോ. നേരെ നോക്കിയേ, അതാണ് എന്ത് പറയുന്നത്, പെർപെൻഡിക്കുലർ ആംഗിൾ എന്ന് പറയുന്നത്. 1, 2, 3, 4. അപ്പം
നമ്മൾ സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ ഇരിക്കുന്ന ഈ വരയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കുരിശു പോലെ സ്ട്രെയിറ്റ് കുരിശു പോലെ ഇരിക്കുന്ന ഓർത്തോളം എന്താ പെർപെൻഡിക്കുലർ ലൈൻ. ആ രണ്ടെണ്ണം പഠിച്ചു കുഞ്ഞുങ്ങളെ, രണ്ടെണ്ണം അറിയാമല്ലോ. അങ്ങനെ ഇത് നേരെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നേരെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ ഇൻറ്റു പിടിക്കുമല്ലോ അല്ലേ? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് അതിനെ നോക്കിയേ. ഇങ്ങനെയാണെങ്കിൽ എന്ത് പറയും? ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്ന് പറയും. എന്താ നിങ്ങളെ? ഇന്റർസെക്റ്റിംഗ് ലൈൻ. കേട്ടോ, ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്ന് പറയും. അപ്പൊ ഈ 3 എണ്ണമാണ് നമ്മുടെ മെയിൻ ആള്. ആരാണ്? പാരലൽ ലൈൻ അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തങ്ങളിൽ ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. അത് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 റൈറ്റ് ആംഗിൾ ചേരുന്നതാണ്. ഇത് ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്റർസെക്റ്റ് ലൈനിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിങ്ങളെ? ഇവിടെ എത്ര ആണോ അത് തന്നെയായിരിക്കും ഇവിടെ. കേട്ടോ, ഇവിടെ ഇപ്പൊ ഞാൻ പറയുക ഇവിടെ 40 ഡിഗ്രി ആണ് ഇതെങ്കിൽ കേട്ടോ, ഇവിടെ എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ ഞാൻ പറയുക 20 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്ര ആയിരിക്കും? 20 ഡിഗ്രി. അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. ഓപ്പോസിറ്റ് എപ്പോഴും എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും എന്നൊരു ക്ലൂ പഠിച്ചു വെച്ചിരിക്കണം. ഇതൊന്നും അല്ല, കാരണം എന്താ 180 പറഞ്ഞ അതൊക്കെ ഉണ്ട്. ഇതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇവിടെ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഇന്റർസെക്റ്റിംഗ് ആംഗിൾ പഠിച്ചേ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. ഇന്റർസെക്റ്റിംഗ് നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. അതായത് പാരലൽ ലൈൻസ് എന്താണ്? പാരലൽ ലൈൻസ് എന്താ? പെർപെൻഡിക്കുലർ ലൈൻസ്. അതുപോലെ ഇപ്പൊ പറഞ്ഞ എന്താ മൂന്നാമത് പറഞ്ഞ എന്താണ്? ഇന്റർസെക്റ്റിംഗ് ലൈൻസ് കേട്ടോ. സമാന്തര വര. പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താ വെച്ചാൽ പെർപെൻഡിക്കുലർ ലൈൻ അല്ലെ? പെർപെൻഡിക്കുലർ ലൈന്. പിന്നെ മൂന്നാമത് പഠിച്ചത് ഇന്റർസെക്റ്റ്. ഇൻറ്റു അടിക്കുന്ന ഇന്റർസെക്റ്റ്, നേരെ കുരിശു പോലെ ഇരിക്കുന്നത് പെർപെൻഡിക്കുലർ ലൈന്. പിന്നെ ഒരു കാരണവശാലും കൂട്ടിമുട്ടാത്ത ഏണി പോലെയും റെയിൽവേ ട്രാക്ക് പോലെയും കാണുന്നത് പാരലൽ ലൈൻ. അത് 3 നല്ലപോലെ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി കണക്കിലോട്ട് കയറാം. ടെസ്റ്റിലെ കണക്ക് നോക്കണമെങ്കിൽ അതാണ്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഇത് നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. ഈ വരയിൽ നോക്കിയാൽ ഞാൻ നടുക്കൂടെ, അതായത് ഒരു ലൈന് അല്ലെ? ഇതെന്താ? ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് ലൈന. അപ്പൊ ഇതിന്റെ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വര വരയ്ക്കുക. അപ്പൊ ഇവിടെ എന്താ? 2 ആംഗിളായി അല്ലെ? ഇവിടെ ഒരു ആംഗിളായി, ഇവിടെ ഒരു ആംഗിളായി. ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താ അറിയോ? ലീനിയർ പെയർ എന്ന് പറയും. ഓർത്തു വെച്ചോണേ. എന്താണ്? ലീനിയർ പെയർ. ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്ന് പറയും. രേഖീയ ജോഡി. പേര് മറന്നു പോവല്ലേ? രേഖീയ ജോഡി. എങ്ങനെയുണ്ട് പടം? ഇത് ഒരു ലൈൻ വരയ്ക്കുക. അതിനെ നമുക്ക് വേറൊരു ലൈൻ വന്നാണ്ട് ഇവിടെ വന്ന് കൂട്ടിമുട്ടി എങ്ങോട്ട് വേണമെന്ന് വരച്ചോ കേട്ടോ. ഒരു ലൈൻ വരയ്ക്കുക. അതിനെ ഇങ്ങോട്ട് വേണേ വരയ്ക്കാം, അങ്ങോട്ട് വരാം. അപ്പൊ ഇവിടെ എന്താ നിങ്ങളെ? 2 ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, ഇവിടെ ഒരു ചെറിയ ആംഗിളും ഉണ്ടാവും, ഇവിടെ ഒരു വലിയ ആംഗിളും അല്ലെ? ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ചെറുതാണെങ്കിൽ ഇപ്പുറത്ത് വലുത്. ഇനി ഇതിനൊരളവുണ്ട്. നമ്മൾ ഈ പറയുന്നെങ്കിലും ഇതിനൊക്കെ ഒരളവുണ്ട്. എത്രയാണെന്നറിയോ? ഇതിന്റെ മൊത്തം ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ് നിങ്ങൾ കേട്ടോ. ഒരു രേഖീയ ജോഡിയുടെ അല്ലെങ്കിൽ ഒരു ലീനിയർ പെയറിന്റെ മെഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രിയാണ്. മനസ്സിലായോ? ഒരു രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയറിന്റെ മെഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നിങ്ങളെ? 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കി തന്നെ പോകണം. നിങ്ങൾ എഴുതി എടുത്തോണം കേട്ടോ. ഞാനിത് മായ്ച്ചു പോകും. പക്ഷെ നിങ്ങൾ റഫായിട്ട് ഒരു ബുക്കോ പേപ്പറോ എടുത്തിട്ട് അതാത് ഓർഡറിൽ എഴുതി പോകണം കേട്ടോ. ഇപ്പൊ ഞാൻ പറയുക, ഇങ്ങനെ ഒരു വര തന്നിട്ട് ഞാൻ ഇങ്ങനെ തരിക. ഇവിടെ ഒരു 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എക്സ് എന്ന് തരും. ക്വസ്റ്റ്യൻ നോക്കിക്കോണേ നിങ്ങളെ. ഇവിടെ എക്സ് എന്നോ വൈ എന്നോ, ചോക്കുപൊടി ഞാൻ കുളിച്ച് നോക്കൂ നിങ്ങളെ, എക്സ് എന്ന് പേര് തരിക കേട്ടോ. എനിക്ക് ചോക്കുപൊടി ഇങ്ങനെ ഒന്ന് കുളിച്ച് ചോക്കുപൊടി എനിക്ക് അലർജിയും കൂടെ ആവില്ല. അതുകൊണ്ടാണ് കഴിവതും ഞാൻ നോട്ട് അല്ലാതെ ബുക്കിൽ നിങ്ങൾ കണ്ടില്ലേ, ബുക്കിൽ എഴുതിയാണ് അല്ല പേപ്പറിൽ എഴുതിയാണ് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുന്നത്. കാരണം ഇത് കഴിയുമ്പോഴത്തേക്ക് ചോക്കുപൊടിയിൽ ഞാനങ്ങ് മുങ്ങും. കറുപ്പൊക്കെ ഇട്ടാൽ തിരിച്ചു പോകുമ്പോൾ വെള്ളത്തിലായിരിക്കും പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ചോക്കുപൊടി കഴിവതും ഒഴിവാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്തൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇത് നോക്കിക്കേ, ഇതൊരു ലൈന് കണ്ടോ. ഈ ലൈനെ ഏതാണ്ട് ഇവിടെ വരെ നമ്മൾ പഠിച്ചു. ഇങ്ങനൊരു പടം നിങ്ങൾ എപ്പോൾ കണ്ടാലും ഇതിന്റെ മെഷർ എന്താ നിങ്ങളെ? 180 ആണ്. അപ്പൊ 40 ഡിഗ്രിയും പ്ലസ് എക്സും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര വരണം? 180 ഡിഗ്രി വരണം കേട്ടോ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര വരണം? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 വരണം. അപ്പൊ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു 180യിൽ നിന്നും ഈ 40 കുറയ്ക്കണം കേട്ടോ.
180 അല്ലേ മൊത്തം വേണ്ടത്, എത്ര തന്നിട്ടുണ്ട്? 40. അപ്പൊ ആ 40 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര? 140 ഡിഗ്രിയാണ് അവിടുത്തെ ഈ എക്സ് എന്ന് പറയുന്നത്. ഇതിലെ കണക്കുറപ്പായിട്ടും ചോദിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങളെ? ഇനി ഞാൻ പറയാം, ഇവിടെ 60 വെച്ചോ, മനസ്സിലായോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയാം ഈ വശം മാത്രമേ ഉള്ളൂ, ഇത് ഇവിടെ കണ്ടേ ഞാനൊരു 130 തരിക. ഇത് നിങ്ങൾ എന്താ എക്സ് എന്ന് പറയാം, ഇത് കണ്ടുപിടിക്കാൻ. ഇനി ഇവിടെ മാത്രം തന്നെങ്കിലേ ഒക്കുന്നൊന്നും പേടിക്കേണ്ട. അപ്പോഴും നിങ്ങൾ എന്താ എഴുതണം? എക്സിന്റെ കൂടെ എന്താ ഇവിടെ അങ്ങ് 130 ആക്കിയാൽ മതി കുഞ്ഞുങ്ങളെ. 130ന്റെ കൂടെ എക്സും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇത് മൊത്തത്തിൽ നമുക്കറിയാം, ഒരു ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡിയുടെ മെഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 അല്ലെങ്കിൽ 180 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? അങ്ങനെ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ, ഇവിടെ എക്സ് ഇവിടെ 130, അപ്പൊ 130ഉം എക്സ് കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. അപ്പൊ എക്സ് ഈസിക്കൽ ടു എന്താ, 180 മൈനസ് എത്ര നിങ്ങളെ 130. അപ്പൊ എത്ര വരും? എത്ര? 50 അല്ലെ? 50 ഡിഗ്രിയാണ് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പിടി കിട്ടിയോ? സംശയം മാറിയ ലീനിയർ പെയർ കഴിഞ്ഞേ നമുക്ക് ഇനി അടുത്ത കണക്കിലോട്ട് ചെയ്യാം. ലീനിയർ പെയറിന്റെ ഏത് വേണമെങ്കിലും ചോദിക്കാം നിങ്ങളെ, ഇവിടെ എന്ത് മെഷർ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇവിടെ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇവിടെ 20 ആണ്, ഇവിടെ എത്രയാണെന്ന് അറിയത്തില്ല, എക്സ് കണ്ടുപിടിക്കാൻ ഒന്നും ആലോചിക്കണ്ട, തന്നിരിക്കുന്നത് അതായത് 20 ഡിഗ്രി പ്ലസ് എക്സ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പം എക്സ് ഈസിക്കൽ ടു 180യിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 20 അങ്ങ് കുറച്ചാൽ മതി. അപ്പൊ എത്ര? 160. 160 20 അല്ലേ 100. അപ്പൊ ഇവിടെ എത്ര? വലിയ കോണ്, ചെറിയ കോണും വലിയ കോണും 2 കോണാവും അല്ലെ? 2 ആംഗിളുകളാവും. കോണെന്ന് വെച്ചാൽ മലയാളമാണ്, ഇംഗ്ലീഷിൽ ആംഗിൾ എന്നാണ്. ഇവിടെ എന്താണ്? ഒരു വലിയ വരയെ മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടിയാൽ, ഒരു വലിയ വരയെ മറ്റൊരു വര വന്ന് കൂട്ടിമുട്ടിയാൽ 2 കോൺ അല്ലെങ്കിൽ 2 ആംഗിളുകളാവും. ഒരു ചെറിയ കോണും ഒരു വലിയ കോണും, അല്ലെ ഒരു വലിയ കോണും ഒരു ചെറിയ കോണും ആവും. അപ്പൊ എന്താണ്? നിങ്ങൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. അപ്പൊ തെറ്റത്തേ ഇല്ല. തന്നിരിക്കുന്ന 2 എണ്ണവും കൂടെ കൂട്ടിയിട്ട് 180, ആ എക്സ് ഈസിക്കൽ ടു 180 മൈനസ് തന്നിരിക്കുന്നത് കുറച്ചാൽ നമുക്ക് മറ്റേ സൈഡ് കിട്ടും. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ചെയ്യാം. മനസ്സിലാക്കി ഒരു 3 സ്വന്തമായിട്ടൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മള് ലീനിയർ പെയർ എന്താന്ന് പഠിച്ചു അല്ലെ? സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻ എന്താന്ന് പഠിച്ചു, ഇന്റർസെക്റ്റ് ലൈൻ എന്താന്ന് കുറെ നമ്മൾ പഠിച്ചു. ഈ പഠിക്കുമ്പോൾ ഒന്ന് മറന്നു പോകരുത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ലീനിയർ പെയർ നല്ലപോലെ പഠിക്കണേ നിങ്ങളെ. 2 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. 2 ആംഗിൾ കൂടെ കൂട്ടുമ്പോൾ, ചെറിയ ആംഗിളും വലിയ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 വരണം. അത് ഓർത്തോണേ കേട്ടോ. അത് കുറച്ച് കാണിക്കണേ. 180യിൽ നിന്നും ഏതാണോ തന്നിട്ടുള്ളത് തന്നത് കുറച്ച് കാണിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് നോക്കി നോക്കിയില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് ഒരു ലൈന്, ഇത് ഒരു ലൈന്. ഇതിനെയാണ് നമ്മൾ എന്താ പാരലൽ ലൈൻ അല്ലെ സമാന്തര വരകൾ എന്ന് പറയുന്നത്. ആണോ? ഇതിനെ നമ്മളിപ്പോ ഇവിടെ വരെ മുറിച്ചപ്പം ഇതെന്താ? ഇത് നമ്മൾ പറഞ്ഞു ലീനിയർ പെയർ അല്ലെ രേഖീയ ജോഡിയാന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ മൊത്തത്തിൽ എങ്ങനെ ഇരിക്കുന്നു പെട്ട് ഇല്ലേ? ഒന്നുമില്ല അതെ. ഇതൊരു ലൈന്, ഇത് ഒരു ലൈന്, അതിനെ മറ്റൊരു ലൈൻ മുറിച്ചു പോയിരിക്കുക, മറ്റൊരു ലൈന് മുറിച്ചു പോയിരിക്കുക കേട്ടോ. ഇവിടാണ് നമുക്ക് അറിയേണ്ടത്. ഞാൻ ഇവിടെ എത്ര ഇവിടെ ഞാൻ ഒരു 110 ഡിഗ്രി തന്നെന്ന് വെച്ചോ. എളുപ്പമാ. കാരണം എന്താ നോക്കി, ഒരു ലൈനെ മറ്റൊരു ലൈൻ വന്ന് മുറിച്ചാൽ അത് രേഖീയ ജോഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ലീനിയർ പെയർ. അപ്പൊ ഇവിടെ എത്രയായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ? എത്രയായിരിക്കും? 180യിൽ നിന്നും ഈ 110 അങ്ങ് കുറച്ചാൽ മതി. അപ്പൊ എത്ര? 70. എന്താ? 70 അല്ലേ? കാരണം എന്താ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര വരണം? 180 വരണം അല്ലെ? രണ്ടും കൂടി കൂട്ടുമ്പോ എത്ര നിങ്ങളെ? 180 വരണം. അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ ഓർത്താൽ മതി, ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് തന്നെ ആയിരിക്കും. ഓപ്പോസിറ്റ് ഏതാന്ന് അറിയണം. അതായത് നിങ്ങൾ ഇൻറ്റു പഠിച്ചു നോക്കണം. ഇതിന്റെ ഓപ്പോസിറ്റ് ഇത്, ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് കേട്ടോ. ഓപ്പോസിറ്റ് എപ്പോഴും നോക്കിയേ. 110 ആണെങ്കിൽ ഇവിടെ എന്താ? 110 ആയിരിക്കും. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എന്താ? ഇവിടെ 70 ആയിരിക്കും. അത് തന്നെ സെയിം ആയിരിക്കും. അതിന്റെ തൊട്ട് താഴെ ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ 110, ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 70. ഈ അടിഭാഗം 70 ആയപ്പോ ഇവിടെ 70, ഇത് 110 ആണെങ്കിൽ ഇവിടെ 110. ഇനി അതുമല്ല, നിങ്ങൾ ഓർത്തോണം എന്താ? അടുത്തടുത്ത് കിടക്കുന്ന 2 ലൈനുകൾ തങ്ങളിൽ നിങ്ങൾ ഒന്ന് കൂട്ടി നോക്കുക. അടുത്തടുത്ത് കിടക്കുന്ന 2 നോക്കി നിങ്ങളെ, 110ഉം 170ഉം എത്ര? 180. 110ഉം 70ഉം 180. ഇവര് തങ്ങളിൽ കൂട്ടി നോക്കിയേ. ഇവര് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൂട്ടി, എങ്ങനെ കൂട്ടിയാലും 180 വരും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ.
നിങ്ങൾ ഏതെങ്കിലും ഒരു മെഷർ കൊടുത്തേ നിങ്ങൾ ഏതെങ്കിലും ഒരു മെഷർ കൊടുക്കുക. മീൻസ് ഇത് മനസ്സിലായല്ലോ? ഒരെണ്ണം കൂടെ ഞാൻ പറയാം. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഞാൻ ഇവിടെ തന്നിരിക്കുക 60 ഡിഗ്രി ഇവിടെ തന്നിരിക്കുക. നമുക്ക് ഒറ്റ ഒരെണ്ണം തന്നാൽ മതി. നമുക്ക് ഈ 8 സൈഡും കണ്ടുപിടിക്കാൻ പറ്റും. 8 ആംഗിൾ ഉണ്ടെന്ന് മനസ്സിലാക്കണേ കേട്ടോ. 8 എണ്ണം 1 2 3 4 5 6 7 8 കേട്ടോ. 8 ആംഗിൾ അല്ലെങ്കിൽ 8 കോണുകളുണ്ട്, മനസ്സിലാക്കണേ. അപ്പൊ നമുക്കറിയാം ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 ഇവിടെ ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും നിങ്ങളെ? ഇങ്ങനെ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇവിടെ എത്ര? 60. ഇവിടെ 120. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് തന്നെ ആയിരിക്കും. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര? 120. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര? 60. കണ്ടോ, ഓപ്പോസിറ്റ് ആംഗിൾ ഒരുപോലെയാ. ഈ സെയിം ഇത് തന്നെ മേപ്പോട്ട് കൊടുക്കുക. നോക്കിക്കേ, വെളിയിൽ ഇവിടെ 60, ഇവിടെ അപ്പം 120. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ 120, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60. ഇത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് ആംഗിൾ. നിങ്ങൾക്ക് അത് തന്നെയുമല്ല, എന്താ അടുത്തടുത്ത രണ്ടെണ്ണം കൂട്ടി നോക്കുക. ഇത് രണ്ടൂടെ കൂട്ടി നോക്കിയേ 180. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയേ 180. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയേ 180. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയേ 180. ഇവ രണ്ടും കൂടെ കൂട്ടി നോക്കിയേ 100. ഏതൊക്കെ രണ്ടെണ്ണം തങ്ങളിൽ കൂട്ടിയാലും 180 വരും. ഡൗട്ട് മാറിയേ? ഇനി എന്നോട് ഒരു കമന്റ് ചോദിച്ചായിരുന്നു നിങ്ങളെ, നമ്മളിനി കറസ്പോണ്ടിങ് ആംഗിൾ എന്താണ്, ഓൾട്ടർനേറ്റീവ് ആംഗിൾ എന്താണ്? അപ്പൊ ഇതിന് സംശയമില്ലേ കേട്ടോ. ഞാൻ ഹോംവർക്ക് തരാം, നിങ്ങൾ കമന്റിൽ ഇട്ടാൽ കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് കറസ്പോണ്ടിങ് ആംഗിൾ. എന്താ നിങ്ങളെ? കറസ്പോണ്ടിങ് ആംഗിൾ. കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണുകൾ. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് സമാന കോണുകൾ കേട്ടോ. കറസ്പോണ്ടിങ് മൊത്തം എഴുതുന്നത് ഇപ്പൊ മായ്ച്ചു പോകുന്നോണ്ടാണ് മൊത്തം എഴുതാത്ത. കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണുകൾ എന്താണെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചാൽ ഇപ്പൊ ഇതൊരു വര, ഇതൊരു ലൈൻ. വരയല്ല, ലൈൻ അല്ലേ? അതിനെ നമ്മൾ ഒരു ലൈൻ മുറിച്ചു കിടക്കുന്നു, കണ്ടല്ലോ. ഇനി എന്താണ് ഇതിനകത്തില് അല്ലെ? എല്ലാവർക്കും തെറ്റുന്ന ഈ സമാന കോണ്. നമുക്ക് ആൾട്ടർനേറ്റീവ് പിന്നെ പഠിക്കാം. ഇപ്പൊ സമാന കോണുകൾ, അതായത് നമ്മളിപ്പോ ഇതാണ് ഒരു നമുക്കൊരു പേര് കൊടുക്കാം. 1 2 3 4, ഇത് 5, ഇത് 6 7 8. 8 ആംഗിൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? 1 2 3 4 5 6 7 8 ആംഗിൾ അല്ലെങ്കിൽ 8 കോണുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ആണല്ലോ. ഇതിനകത്ത് ഏതൊക്കെയായി സമാന കോണ് നോക്കുന്നില്ലേ? നമ്മൾ ഈ 2 എടുത്തില്ലേ? കാരണം എന്താ? 2 കണ്ടിത്. ഇതിന് സമാന കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിതാ, മനസ്സിലായോ? ഇത് നോക്കിക്കേ, ഇതിന്റെ സമാന കോണെന്ന് പറയുന്നത് ഈ ആംഗിൾ. അതായത് ആംഗിൾ 2ന്റെ സമാന കോണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ആംഗിൾ 6 ആണ്. ഇതിന്റെ ഞാൻ ഒന്നുകൂടെ വലുതായിട്ട് കാണിക്കണം. കറസ്പോണ്ടിങ് ആംഗിൾ എന്നാണ് കേട്ടോ. കറസ്പോണ്ടിങ് അല്ലെങ്കിൽ സമാന കോണുകൾ. നോക്കണേ വേണ്ടേ? ഒരു വര വരയ്ക്കുക, ഇവിടെ ഒരു വര വരയ്ക്കുക. അകത്ത് ഇന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെ ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് അടിച്ചു ഇങ്ങനെ വരുന്ന കൊടുക്കുക, കണ്ടല്ലോ, മനസ്സിലായോ? ഇനി ഞാൻ ഇവിടെ ഞാനൊരു പേര് കൊടുക്കാം. 1 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 7 8. ഏത് വേണമെങ്കിലും പേര് കൊടുത്തോ, അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ, മനസ്സിലായോ? ഇനി ഇത് നോക്കിയേ, ആംഗിൾ 2 പോലെ ഉള്ളത് അതുപോലെ ഉള്ളതിനാണ് ഈ സമാനമായിട്ടെന്ന് പറഞ്ഞാൽ എന്താ? അതുപോലെ ഇരിക്കുന്നത് കേട്ടോ. അതിനെയാണ് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ 2ന് കറസ്പോണ്ടിങ് ആരാ? നോക്കിക്കേ, ആംഗിൾ 5. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ആംഗിൾ 2ന് കറസ്പോണ്ടിങ് ആംഗിൾ 5 ആണ് കേട്ടോ. ഇനി ആംഗിൾ 1 അല്ലെ, ഇതുപോലെ ഉള്ളത് ഏതാ? ആംഗിൾ 6 കേട്ടോ. ഇതിനി മറക്കല്ലേ നിങ്ങളെ? ആംഗിൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ആംഗിൾ 6 ആണ്. ഇതുപോലെ വന്നത് ഇത്, ഇതിന്റെ മേളിൽ കയറിയിരിക്കുമല്ലേ മേളിൽ, അത് ഇത് കേട്ടോ. ഇനി അതുപോലെ ആംഗിൾ 4ന് കറസ്പോണ്ടിങ് ആരാ? ആംഗിൾ 4 അകത്ത് കയറുകയാണെങ്കിൽ ആംഗിൾ 4 ഇത് ആംഗിൾ 7. സംശയം മാറ്റണേ. ആംഗിൾ 3 ആരാണ്? ആംഗിൾ 8. ആംഗിൾ 3 സമാനം ആംഗിൾ 8 കണ്ടോ. പെയറായിട്ട് എടുക്കാം, ജോഡിയായിട്ട് എടുക്കാം, ചോക്കൂടി കുളിച്ചു കേട്ടോ കേട്ടോ. അതായത് ഇതുപോലെ സമാനം എന്ന് വെച്ചാൽ അതുപോലെ ആംഗിൾ 2ന് ആംഗിൾ 5, ആംഗിൾ 1ന് ആംഗിൾ 6, ആംഗിൾ 3 ആംഗിൾ 8, ആംഗിൾ 4ന് ആംഗിൾ 7. ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണുകൾ. മനസ്സിലായോ? എങ്കിൽ ഓക്കെ ആണോ?
അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിലെ ആൾട്ടർനേറ്റീവ് ആംഗിൾ ഏതാന്ന് കണ്ടുപിടിക്കണം. സമാനം പഠിച്ച് ഒരുപോലെ വരുന്നതിനെയാണ് കറസ്പോണ്ടിങ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പഠിക്കുന്നത് ആണെങ്കില് ആൾട്ടർനേറ്റീവ്. ആൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? മറുകോണ്. മറുകോണ് നോക്കുഞ്ഞിങ്ങളെ, ഇവിടെ ഈ രണ്ടിന്റെ മറുകോണ് ഏതാ? മറുകോണ് ഏതാ? ഇതാ അല്ലെ? രണ്ടിന്റെ മറുകോണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് അല്ലെ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ആൾട്ടർനേറ്റീവ് ആംഗിൾ ആണ് പഠിക്കുന്നത് കേട്ടോ, മറുകോണുകളാണ്. അപ്പൊ നോക്കിക്കേ, കറസ്പോണ്ടിങ്ങിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, മറുകോണ് നമുക്കൊന്നും കൂടെ നോക്കാം. മായിച്ചിട്ട് ഞാൻ നല്ലപോലെ ഒന്നുകൂടെ കാണിക്കാം. അപ്പൊ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണുകള്, ആൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണം എന്ന് വെച്ചാൽ സമാന കോണുകൾ. ഞാൻ പറഞ്ഞേ, സമാന കോണുകൾ എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഒരേ ഇപ്പൊ ഇത് തരികയാണെങ്കിൽ കേട്ടോ, ഇങ്ങനെ തരികയാണെങ്കിൽ ഇവിടെ എന്താണോ അതായിരിക്കും തന്നെ ഇവിടെ കേട്ടോ. മേലിൽ നോക്കിയ രണ്ട് മേലിലല്ലേ, ഇനി ഇവിടെ എന്താണോ അതായിരിക്കും ഇവിടെ കേട്ടോ. അങ്ങനെ മനസ്സിലാക്കണേ. ഇത് രണ്ട് ഇങ്ങനെ എഴുതുന്നതാണ് എന്താ? സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ. ഇനി നമ്മൾ പഠിക്കുന്ന ആൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലെങ്കിൽ മറു കോണുകളാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. തിരിഞ്ഞു പോകല്ലേ, ഇത് എല്ലാവർക്കും തരുന്നുണ്ട് കമന്റ് ബോക്സിൽ. ഞാൻ കണ്ടിത് മനസ്സിലാവുന്നില്ലെന്ന്, അതുകൊണ്ടാണ് ഇത് ഈ മറുകോണ് വേണ്ടിയാണ് ഞാനിപ്പോ ഇതിട്ടത്. നോക്കിയ നിങ്ങളെ, ഇതുപോലെ നമ്മൾ എന്താ രണ്ട് ലൈൻ വരയ്ക്കുക കണ്ടോ. രണ്ട് ലൈനെ വേറൊരു ലൈൻ മുറിച്ച് കടന്നു കണ്ടോ പോയി. ഇനി നോക്കിയേ, ഇതിന്റെ ഈ മേലിലും താഴെന്ന് വെച്ച് കഴിഞ്ഞാലോ ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ഉണ്ട്. അത് ഞാൻ പിന്നെ പറയാന്ന് വെച്ചാൽ ഇപ്പൊ വേണേ അതങ്ങ് പറയാൻ പറ്റില്ല. ഇന്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ അകത്തുള്ള ആംഗിൾ അല്ലെ? ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. നോക്കിയേ, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഇതെല്ലാം നോക്കിയേ ഇതിനകത്തുള്ള ഇവിടെയും ഇവിടെയും 1 2 3 4 ഈ 4 എണ്ണത്തിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇന്റീരിയർ ആംഗിൾ കേട്ടോ, അകക്കോണം എന്ന് പറയും. അകക്കോണ്, അകത്തുള്ള നോക്കി ഇത് 2 വര, അതിന്റെ അകത്തുള്ള 1 2 3 4 ഈ അകത്തുള്ള 4 എണ്ണത്തിനാണ് ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ അകക്കോണം എന്ന് പറയുന്നത് കേട്ടല്ലോ. നമ്മളിപ്പോ മട്ടകോൺ പറഞ്ഞത് കൊണ്ടാണ്. ഇനി അതുപോലെ എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്. ഈ വെളിയിലോട്ട് ഇരിക്കുന്നത്, ഈ വെളിയിലുണ്ട് ഇവിടെയും ഇവിടെയും ഇവിടെ ഇതിനെയാണ് എന്താ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ. അതൊക്കെ ഞാൻ ആ ലിങ്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാം വരച്ച് എല്ലാം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് നല്ലതുപോലെ ആ ഇത് കാണണം. ഇത് ഞാനൊന്ന് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഏതാണ്? ആൾട്ടർനേറ്റീവ്. ഇന്റീരിയർ എന്ന് വെച്ചാൽ അകത്തുള്ള കോണുകളാണ് ഇത് 1 2 3 4. അത് ഇന്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ അകക്കോണ്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ വെളിയിലുള്ള ഇങ്ങോട്ടുള്ള 1 2 3 4 എണ്ണം. ഈ വെളിയിലോട്ടുള്ളത് എക്സ്റ്റീരിയർ ആംഗിൾ കേട്ടോ, പുറം കോൺ. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആൾട്ടർനേറ്റീവ് മറുകോണാണ്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് നോക്കിയെങ്കിൽ ആൾട്ടർനേറ്റീവ് എന്ന് കേൾക്കുമ്പോഴേ ഇവിടെ കണ്ടോ വെളിയിലോട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇതാണെങ്കിൽ എന്ന് വെച്ചാൽ ഇതിന്റെ പേര് ആംഗിൾ 1 ആണെങ്കിൽ ഇത് 2 3 4 ഇങ്ങനെ നമ്മൾ പേര് കൊടുക്കുമ്പോൾ അതിന്റെ ആൾട്ടർനേറ്റീവ് ഇതായിരിക്കും കേട്ടോ. ഇതെല്ലാവർക്കും തിരിഞ്ഞു പോകുന്നതാണ്. ഇവിടെ അകത്തൊന്നുമായിട്ട് ഒരു ബന്ധവും ഇല്ല, വെളിയിലായതുകൊണ്ട് ഇതും വെളിയിലായിരിക്കും. ഇതാണ് ആൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണ് കേട്ടോ. മനസ്സിലായോ? എങ്ങനെ ഈ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇവിടെ എടുക്കുന്നതെങ്കിൽ ഇതിപ്പോ ഇവിടെ അല്ലേ എടുത്തത്, ഇവിടെ ആകുമ്പോ ഇവിടെ. ഇനി നമ്മൾ ഇപ്പുറമായി എടുക്കുന്നതെങ്കിൽ ഇപ്പുറത്ത് ആൾട്ടർനേറ്റ് ആണ്. മറ്റേത് സമാന കോണായിരുന്നേ, ഇത് ആൾട്ടർനേറ്റീവ് ആണ്. മനസ്സിലായോ? ഇവിടെ ആണെങ്കിൽ ഇവിടെ. അതുപോലെ തന്നെ നോക്കിക്കേ, ഇവിടെ വരയ്ക്കുക. ഇനി നമ്മൾ അകത്തെ ഇവിടെയായി എടുക്കുന്നതെങ്കിൽ അകത്തെ ഇതായിരിക്കും എടുക്കുന്നത്. ഇത് എക്സ്റ്റീരിയർ ആയതുണ്ട്, വെളിയിലെ ആയിരുന്നു മറുകോണ്. എക്സ്റ്റീരിയർ ആൾട്ടർനേറ്റീവ് എക്സ്റ്റീരിയർ. ഇത് വെളിയിലെ ആയപ്പോ ഇവിടെ വെളിയിലെ, ഇത് വെളിയിലെ ആയപ്പോ ഇവിടെയും വെളിയിൽ. ഇനി അകത്തെയാണ് നമ്മൾ നോക്കിയത്, അകത്തെ ഇവിടെ ആണെങ്കിൽ ഇവിടെ. ഇനി അകത്തെ നമ്മൾ ഇതാ എടുത്തിരുന്നെങ്കിലോ ഏതായിരിക്കും? അകത്തെ ഇതായിരുന്നെങ്കിൽ അകത്തേതാണ്ട് ഇത് കേട്ടോ. അത് തിരിഞ്ഞു പോകരുത്, വരച്ച് നിങ്ങൾ അത് ഈ ഒരെണ്ണം വരച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മറുകോൺ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആംഗിൾ എന്താണ്. തിരിഞ്ഞു പോകല്ലേ നിങ്ങൾ കേട്ടോ, തിരിഞ്ഞു പോകല്ലേ. മറ്റേത് നമ്മൾ ഈ കറസ്പോണ്ടിങ്ങും ആൾട്ടർനേറ്റീവും മറന്നു പോകരുത്. കറസ്പോണ്ടിങ് ആണെങ്കിൽ എന്താ പറഞ്ഞത്? ഇപ്പൊ ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ആയിരിക്കും കേട്ടോ. ഇതാണ് കറസ്പോണ്ടിങ്. മേളിലാണെങ്കിൽ ഇതിന്റെ മേളിൽ. ഇനി നമ്മൾ ഇവിടത്തെ എടുക്കുന്നെങ്കിൽ ഇവിടെ ആയിരിക്കും. ഇതാണ് കറസ്പോണ്ടിങ്. പക്ഷെ ആൾട്ടർനേറ്റീവ് നോക്കിയേ, ഇവിടെ എടുക്കുന്നെങ്കിൽ എന്താ? ഇവിടെ വരുന്നത് കേട്ടോ. ഇത് തിരിഞ്ഞു പോകുന്നുണ്ട് മിക്കവാറും ഉള്ളത്. അത് എടുത്തെടുത്ത് ഞാൻ പറഞ്ഞ് തിരിഞ്ഞു പോകരുത്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ട്രയാങ്കിളിനെ കുറിച്ചും കൂടെ ഉണ്ട്. അതും കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നോക്കാം.
നമുക്ക് ട്രയാങ്കിളിന്റെ മുമ്പേ ഒരു പടം ഉണ്ട് ഇല്ലേ, പേജ് നമ്പർ 17 പാരലോഗ്രാമിന്റെ ഒരു പടം ഉണ്ട് കേട്ടോ, സാമാന്ത്രികം. ഈ സാമാന്ത്രികം എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കിള് ഇച്ചിരി ചെരിഞ്ഞിരിക്കുന്ന ഈ റെക്റ്റാങ്കിൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോർഡ് നോക്കിയേ, ഈ ബോർഡ് എന്ന് വെച്ചാൽ 4 വശവും ഒരുപോലെ, 4 വശവും ഒരുപോലെയല്ല. അതെ, ഇവിടെ നോക്കിയേ, ഇത് 90 ആണ്, ഇത് 90 ആണ്, ഇത് 90 ആണ്, ഇത് 90 ആണ് കേട്ടോ. ഇനി ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 8 സെന്റിമീറ്റർ, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4 സെന്റിമീറ്റർ. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും കേട്ടോ. പിന്നെ ആംഗിളുകളോ, ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ വരുന്നതാണ് എന്താ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം എന്ന് പറയുന്നത്. നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ പടത്തിനെ കുറച്ച് ചരിച്ച്, മനസ്സിലായോ, ഈ റെക്റ്റാങ്കിൾ ഒന്ന് ചരിച്ച് തന്നെ. ഇവിടെ ഇപ്പൊ 4 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ നോക്കിയേ, ഇവിടെ 8 ആണ്, ഇവിടെയും 8 ആണ്. ഇങ്ങനെ ചെറുതായിട്ട് ചരിഞ്ഞു വരുന്നതിന് എന്ത് പറയുന്നത്, പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്ത്രികം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു പടം നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെഷർ എങ്ങനെയാ കാണുന്നതെന്ന് ഉണ്ട്. അതായത് നമുക്ക് സാമാന്ത്രികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചരിച്ച് വരച്ചു, അപ്പൊ ഇവിടെ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. അതിന്റെ മെഷർ തന്നിട്ടുണ്ടോ നിങ്ങൾ എത്രയാണെന്നറിയോ? 60, 5, 3. ഇവിടെ നമുക്ക് 60 തന്നിട്ടുണ്ട്, ഇവിടെ 5 തന്നിട്ടുണ്ട്, ഇവിടെ 3 തന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ 60 അല്ലേ, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെയും 60 ആയിരിക്കും. ഈ ക്ലൂ പഠിച്ചു വെച്ചേക്കണം. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും. അപ്പം ഇവിടെ എത്ര ആയിരിക്കും? ഇതിന്റെ ടോട്ടൽ എത്ര? മുമ്പ് നമ്മൾ പറഞ്ഞതാ, ഇതിന്റെ ടോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ആണ്. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര? 120 ആയിരിക്കും. കാരണം ഇവര് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 വരണം, ഇവര് തങ്ങളിൽ കൂട്ടുമ്പോൾ 180 വരണം, ഇവര് തങ്ങളിൽ കൂട്ടുമ്പോൾ 180. അടുത്തടുത്ത രണ്ടെണ്ണം തങ്ങളിൽ കൂട്ടുമ്പോൾ, ഒരു പാരലോഗ്രാമിന്റെ അടുത്തടുത്ത 2 ആംഗിളുകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. അപ്പൊ ഇവിടെ എത്രയാ? 120. അല്ലാതെ നമ്മളൊന്ന് ചിന്തിച്ചാൽ നിങ്ങളെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ ഈക്വൽ അല്ലേ കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. അപ്പൊ നിങ്ങൾ ഞാൻ ഒരെണ്ണം കൂടെ പറയാം. ഇപ്പം ഇവിടെ മാത്രം തന്നു ഒരു 40, ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ തന്നെ ചെയ്യണമെന്നാ. അപ്പൊ എന്താ ഇതിന്റെ ഓപ്പോസിറ്റ്? ഇത് ഇവിടെ എത്രയായിരിക്കും? 40 ആയിരിക്കും. അടുത്ത സംഖ്യ അടുത്തടുത്ത രണ്ടെണ്ണം കൂട്ടുമ്പോൾ എത്ര വരണം? 180. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെയും 140. ഇതാണ് എന്താ പാരലോഗ്രാമിന്റെ പ്രത്യേകത. അത് പഠിച്ചല്ലോ. ഓപ്പോസിറ്റ് ആണ്, ഇത് ചരിഞ്ഞിരിക്കുവാണ് കേട്ടോ. പാരലോഗ്രാം ആണ്, ചെറിയ ചരിവുണ്ട്. ഇനി ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ. രണ്ടുപേരെയും കൂടെ അടുത്തടുത്ത രണ്ടെണ്ണം തങ്ങളിൽ കൂട്ടുമ്പോൾ 180 വരികയും വേണം. അപ്പൊ അത് പഠിച്ചല്ലോ. പിന്നെ നമുക്ക് ട്രയാങ്കിൾ പഠിക്കാം. ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും നിങ്ങളെ? ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം കേട്ടോ, ത്രികോണത്തിന്റെ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ 180 ഡിഗ്രിയാണ്. അതിന്റെ അകക്കോണുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. ഒരു ത്രികോണത്തിന്റെ അകത്തെ കോണുകളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴും 180 വരണം കേട്ടല്ലോ. ഇപ്പൊ ഉദാഹരണം പറയുവാണ്, ഇവിടെ നമുക്ക് 60 തന്നു, മനസ്സിലായോ? ഇവിടെ നമുക്ക് 50 തന്നു. അപ്പം ഇവിടെ എത്രയാ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കറിയാം എന്താ, ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. അതായത് തന്നിരിക്കുന്നത് എഴുതിക്കോണം കേട്ടോ. 60 തന്നിട്ടുണ്ട്, 50 തന്നിട്ടുണ്ട്, പിന്നെ എക്സ് ആണ് 3 എണ്ണം. ഈ 3 എണ്ണം കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി വരണം. ഇതാണ് നമുക്ക് ഇതിലെ ചോദ്യം ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ. ഇന്റീരിയർ ആംഗിൾ ഈ 3 ആംഗിളൂടെ 1, 2, 3 ആംഗിളൂടെ കൂട്ടുമ്പോൾ എത്ര? 180. 60ഉം 50ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര നിങ്ങളെ? 110 ആണ് അല്ലെ. 110 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്താ? 180ൽ നിന്നും 110 110 കുറച്ചാൽ ബാക്കി 70 ആണ് ഇവിടെ വരുന്നത്. 70. അല്ലാതെ നമുക്ക് ഇത്രയും കിടന്ന് ചെയ്യാതെ ചെയ്യാം. 60ഉം 50ഉം എത്ര? 110. 110ന്റെ കൂടെ 70 കൂട്ടുമ്പോൾ 180. എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ച് ചെയ്യാം. പക്ഷെ സ്റ്റെപ്പ് എഴുതി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണല്ലേ കേട്ടോ. എപ്പോഴും ഏത് കണക്കും സ്റ്റെപ്പ് എഴുതി ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതി ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഇതുപോലെ തരത്തില്ല. നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് എന്താ, ഇപ്പൊ ഇവിടെ 30, ഇവിടെ 90 ഇങ്ങനെ തരുക. ഈ വശം ഏതാന്ന് കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ ഇത് രണ്ടെണ്ണമായിരിക്കും തരുന്നത്, ഈ വശം കണ്ടുപിടിക്കുക. 90ഉം 30ഉം കൂട്ടുമ്പോൾ എത്ര? 90, 100, 110, 120 അല്ലെ. 120ന്റെ കൂടെ എത്രയും കൂടെ വേണം? 60. കണ്ടോ?
മനസ്സിലായോ? അങ്ങനെ തരും കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിന്റെ ഒരെണ്ണം കൂടെ കാണിക്കാം. അതായത് ഇതൊരു ട്രയാങ്കിൾ ആണ് കേട്ടല്ലോ, ട്രയാങ്കിൾ ആണ്. ഇവിടെ ഞാൻ 80 തരുക, ഇവിടെ ഞാൻ 40 തരുക. ഇവിടെ എത്ര എന്ന് കണ്ടുപിടിക്കാൻ. അപ്പൊ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, തന്നിരിക്കുന്ന എഴുതുക. 80 ഉണ്ട്, 40 ഉണ്ട്, എക്സ് ഉണ്ട്. ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. 8 4 12, 120 കിട്ടി. പ്ലസ് എക്സ് ഇസിക്കൽ ടു 180. ഈ എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസിക്കൽ ടു 180 120 കുറച്ചാൽ ബാക്കി 60 അല്ലെ? 6 ഇല്ലേ 60. അപ്പൊ എക്സ് ഈസിക്കൽ ടു 60 അല്ലെ? എക്സ് ഈസിക്കൽ ടു 60. ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് തെറ്റാതെ, അപ്പൊ തെറ്റത്തില്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ട്രയാങ്കിൾ വരെയുള്ളൂ. പിന്നെ ഉള്ള കണക്ക്, അതായത് ഒരു ട്രയാങ്കിൾ ഇതിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യനുകളും പിന്നെ ഇസഡിന്റെ ഒക്കെ കേട്ടോ. ഇസഡ് ഒക്കെ നിങ്ങളുടെ ടെസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇസഡ് അതിനൊക്കെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇസഡ് ഇവിടെ എത്രയാണോ അത് തന്നെ ആയിരിക്കും നിങ്ങൾ ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടെ ഇപ്പൊ 60 ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. 7ാം ക്ലാസ്സിലെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ 1ാമത്തെ പാരലൈൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങൾ ബാക്കിൽ നോക്കിയാൽ മതി. 7ാം ക്ലാസ് നമ്മുടെ ടെസ്റ്റ് മാറിയപ്പോൾ ഇതിന്റെ 1 2 ലിങ്ക് ഇട്ടതാണ്. 30-40K വരെയൊക്കെ ആൾക്കാർ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വീണ്ടും ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എടുത്തു നോക്കണമെങ്കിൽ കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ഒരു വട്ടം ഇട്ടതാണ്. ഇസഡിന്റെ ഒക്കെ ഞാനത് നല്ലതുപോലെ വരച്ച് കാണിച്ചിട്ടിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ കറസ്പോണ്ടിങ്ങിന്റെയും ആൾട്ടർനേറ്റീവിനുമായിരുന്നു സംശയം എല്ലാവർക്കും. ആ സംശയം മാറിയല്ലോ. അപ്പൊ അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. നമ്മുടെ 5ാം ക്ലാസ് 6, 7, 8, 9ന്റെ മാത്സിന്റെ എല്ലാ പാഠവും നമ്മൾ ഇട്ടിട്ടുണ്ട്. 9ാം ക്ലാസ്സിന്റെ ഈ വർഷം നമ്മൾ തുടങ്ങുകയാണ്. ഒരു ചാപ്റ്ററിന്റെ ഫുൾ നോട്ട് ഇട്ടിട്ടുണ്ട്. 8, 7, 5, 6ന്റെ ഒക്കെ എല്ലാ പാഠത്തിന്റെയും കിടപ്പുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.